ഹലോ ചങ്ങാതിമാരെ, ഇന്ന് നമുക്കൊരു അടിപൊളി ചൈനീസ് എഗ് റെസിപ്പി നോക്കിയാലോ. അത് നമ്മുടെ മലയാളികൾ ചെയ്ത് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാം. അതിനായി ഞാൻ ഇവിടെ ഒരു എണ്ണ തടവി ഒരു സ്പൂണാണ് എടുക്കുന്നത്. ആ സ്പൂണിലേക്ക് മുട്ട പൊട്ടിച്ച് ഒഴിക്കുന്നുണ്ട്. എല്ലാവരും ചിന്തിക്കും ഇഡലി പാത്രത്തിൽ ചെയ്തുകൂടെയെന്ന്. അവർ ചെറിയൊരു കിണ്ണത്തിലാണ് ചെയ്തത്. എൻ്റെ വീട്ടിൽ ആ സൈസിനുള്ള കിണ്ണമില്ല, അതുകൊണ്ടാണ് ഈ സ്പൂൺ എടുത്തത്. ശേഷം അതൊന്ന് പാകത്തിന് വേകുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇതുപോലെ ഞാനിവിടെ 3 എണ്ണം ചെയ്യുന്നുണ്ട്. അതുപോലെ ഇതിൽ കുരുമുളകും കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യാവേ. ഉപ്പ് ആഡ് ചെയ്യണമെന്ന് നിർബന്ധമില്ല, കാരണം കറിക്ക് നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. അപ്പോൾ സാധനം സ്പൂണിൽ നിന്ന് ഇറക്കി വെച്ചിട്ടുണ്ട്. അതായത് ഇങ്ങനെ ഇരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. അതിനായിട്ട് ഒരു 4 പച്ചമുളക്, ഒരു തക്കാളി അരിഞ്ഞത്, കുറച്ച് 2 സവാള സ്ലൈസ് ചെയ്തതാണ് ഇവിടെ വെച്ചേക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഇത് നമുക്ക് തേങ്ങാപ്പാലല്ല, തേങ്ങയാണ് ഇവിടെ അരച്ചെടുത്തേക്കുന്നത്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമ്മുടെ പാൻ എടുത്ത് ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും എന്നിട്ട് നമുക്ക് നമ്മുടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നിങ്ങൾ ഉപയോഗിക്കുന്ന ഏതാണോ അത് എടുത്താൽ മതി. നമുക്ക് ആ ഒരു എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് കറുവാപ്പട്ടയും ഏലക്കയും കൂടെ ഇടാം. എന്നിട്ട് ബാക്കി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും കൂടെ ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റണം. ശേഷം നമുക്ക് അതിലോട്ട് ഇനി നമുക്ക് നമ്മുടെ പച്ചമുളക് ആഡ് ചെയ്യാം. അതിട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. അടുത്ത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യാം. അത് കഴിഞ്ഞ് നമുക്ക് അടുത്ത് സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അതൊന്ന് നല്ല രീതിയിൽ മിക്സ് ചെയ്യാം. ഇതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കും അടുത്ത് നമുക്കിതിൻ്റെ മസാല ചേർത്ത് കൊടുക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു നുള്ളു ഉലുവയാണ് എടുക്കുന്നത്. 1/4 സ്പൂൺ ഉലുവാപ്പൊടി. ശേഷം അത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. 1 സ്പൂൺ പെരിഞ്ജീരകവും ഇടുന്നുണ്ട്. ശേഷം നമുക്ക് 1/2 സ്പൂൺ കുരുമുളക് ഇടുന്നുള്ളൂ. എരി ആവശ്യത്തിനനുസരിച്ച് ചേർക്കാം. ചിലർക്ക് നല്ല എരി വേണമായിരിക്കും, അവർക്ക് ആവശ്യത്തിനനുസരിച്ച് എരി ചേർക്കാം. ഇതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കാര്യം ഞാൻ വിട്ടുപോയായിരുന്നു. ഞാൻ ആദ്യം തുടക്കത്തിൽ ഒരു 10-12 കശുവണ്ടി എടുത്ത് വെള്ളവും ചേർത്ത് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് ആദ്യം ചേർക്കുന്നത് കേട്ടോ, അത് പറയാൻ വിട്ടുപോയതാണ്. ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് ലോ ഫ്ലെയിമിലാണ് ഇത് ചെയ്യേണ്ടത്. എന്നിട്ട് നമുക്കതൊന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത് നമ്മുടെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനനുസരിച്ച് ചേർത്താൽ മതി ഉപ്പ്. അത് നല്ലതുപോലെ ഒന്ന് ഇതായി വരുമ്പോഴത്തേക്കും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ കൊത്ത് ഉൾപ്പെടെ അരച്ച് വെച്ചിരിക്കുന്നത് അത് മൊത്തം ഇതിലേക്ക് ഒഴിച്ച് നമുക്ക് നല്ല രീതിയിലത് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് കുറവായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് തിളച്ച് വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. ലേശം എരിയുടെ കുറവുള്ളത് കൊണ്ട് ഞാനിതിൽ കുറച്ചും കൂടെ കുരുമുളക് ആഡ് ചെയ്യുന്നുണ്ട്. അതൊന്ന് നല്ല രീതിയിൽ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ അവിച്ച് വെച്ചിരുന്നില്ല, ബുൾസ് ചെയ്ത് വെച്ചിരുന്നില്ല മുട്ട, അതാണ് ഇതിലേക്ക് ഇടുന്നത്. അവിച്ചല്ല, ബുൾസ് ചെയ്ത് വെച്ചിരുന്ന മുട്ടയാണ് നമ്മൾ ഇതിലേക്ക് ഇടുന്നത്. എന്നിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്രേവിയൊക്കെ ആ മുട്ടയിലാകുന്ന പോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. എന്നിട്ട് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മുടെ കറി നമുക്കിവിടെ സെറ്റായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ല ടേസ്റ്റായിരുന്നു കറി, ഞാൻ വെറുതെ പറയുന്നില്ല. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണേ.